ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂഷൻ എനർജിയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ആപ്ലിക്കേഷൻസുമാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് DT റിയാക്ഷനാണ്. ഡ്യൂട്ടീരിയം പ്ലസ് ട്രിഷിയം റിയാക്ഷൻ. നമുക്കറിയാം ഡ്യൂട്ടീരിയം പ്ലസ് ട്രിഷിയം റിയാക്ഷനിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഹീലിയം പാർട്ടിക്കിൾസ് ഉണ്ടാവും, ആൽഫ പാർട്ടിക്കിൾസ്, ഒരു ന്യൂട്രോൺ, ദെൻ സം എമൗണ്ട് ഓഫ് എനർജി, ഏകദേശം 17.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് ഒരു DT റിയാക്ഷനിൽ നടക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഡ്യൂട്ടീരിയം പ്ലസ് ട്രിഷിയം എന്നതിൻ്റെ കേസിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ. അപ്പോൾ ഇതിലൊരു സം എമൗണ്ട് ഓഫ് എനർജി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്, എന്താ പറയുക, റിയാക്ഷൻസ്. ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്. ഇവ തമ്മിലുള്ള മാസിൻ്റെ ഡിഫറൻസ് മൂലമാണ്, മാസ് ഡിഫക്റ്റ് മൂലമാണ് ഈ ഒരു എനർജി, അതായത് E= mc² എന്നുള്ള റിസൾട്ട് ഉപയോഗിച്ച് ഈ ഒരു മാസ് ഡിഫക്റ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ 17.6 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതിൽ ഏകദേശം 13 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, 14 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ന്യൂട്രോൺ എന്ത് ചെയ്യും, ക്യാരി ചെയ്യും. അതായത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെയായിരിക്കും 14 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ത് ചെയ്യുന്നത്, ക്യാരി ചെയ്യുന്നത്. ബാക്കിയുള്ള 3.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആൽഫ പാർട്ടിക്കിൾസ് ആയിരിക്കും ക്യാരി ചെയ്യുക. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഹീലിയം പാർട്ടിക്കിളാണ്. ഈ ഒരു എനർജി കിട്ടുന്നതോടുകൂടി ഈ ആൽഫ പാർട്ടിക്കിളിനെ അവിടെ എന്ത് ചെയ്യും, ട്രാപ്പ് ചെയ്യും ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് അവിടെ കൺഫൈൻമെൻറ്റ് നടക്കുകയാണ് ചെയ്യുന്നത്. കൺഫൈൻമെൻറ്റ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു കൺഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞത് അത്ര വലിയ പെർഫെക്റ്റ് ഒന്നും ആവില്ല. അറ്റ് മീൻ ടൈം ദർ ഇസ് എ ലീക്കേജ് ആൻഡ് ദർ ക്രിയേറ്റ് പ്ലാസ്മ എനർജി. അതായത് കൺഫൈൻമെൻറ്റ് ഈസ് നോട്ട് ഫാർ ഫ്രം പെർഫെക്റ്റ് ആൻഡ് ദ മീൻ ടൈം ഫോർ ലീക്കേജ് ഫോർ അയൺസ് ആൻഡ് പ്ലാസ്മ എനർജി. അതായത് ലീക്കേജ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്ലാസ്മ എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് നോട്ട് ഈസ് 100% പെർഫെക്റ്റ്, നോട്ട് പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആയിരിക്കും, ബട്ട് 100% ആയിരിക്കില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ഒരു ഫിഗർ, ഒരു കർവ് നമ്മൾ വരക്കുകയാണ്. ഒരു DT റിയാക്ഷനുമായി ബന്ധപ്പെട്ട് അയൺ ടെമ്പറേച്ചറും അതുപോലെ ഡെൻസിറ്റി ആൻഡ് ടൈം, എന്താ പറയുക, അതായത് ടൈം പീരീഡും കൊളീഷൻ ടൈമും തമ്മിലുള്ള ഒരു കർവ് നമ്മൾ വരക്കുകയാണെങ്കിൽ ഏകദേശം ഈ രീതിയിലായിരിക്കും നമ്മളൊരു കർവ് കിട്ടുന്നത്. ഈ കർവ് സൂചിപ്പിക്കുന്നത് ബ്രേക്ക് ഈവനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കർവാണ്. അറ്റ് ദ സെയിം ടൈം ദിസ് ഇസ് അനദർ കർവ്, ദിസ് ഈസ് ദ ഇഗ്നീഷൻ. എന്താണ് ഡിഫറൻസ് ചെയ്യാം? ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ അത് ഒക്യൂർ ചെയ്യുന്നത് എപ്പോഴാണ് ചോദിച്ചാൽ ഫ്യൂഷൻ എനർജിയും അതുപോലെ പ്ലാസ്മ എനർജിയും പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യാനുള്ള എനർജി ഫോർ ക്രിയേറ്റിംഗ് പ്ലാസ്മ, ഫ്യൂഷൻ എനർജിയും പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യാനുള്ള എനർജിയും ഈക്വൽ ആവുന്ന കേസിലാണ് ബ്രേക്ക് ഈവൻ എന്ത് ചെയ്യുന്നത്, ഒക്യൂർ ചെയ്യുക. അതായത് ഫ്യൂഷൻ എനർജിയും അതുപോലെ ക്രിയേറ്റിംഗ് ഫോർ പ്ലാസ്മ എനർജിയും ഈക്വൽ ആവുന്ന കേസിലാണ് അവിടെ എന്ത് ചെയ്യുക, ബ്രേക്ക് ഈവൻ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷൻ, അതായത് ഫ്യൂഷൻ എനർജി ഈക്വൽ ടു എനർജി ഫോർ ദ ക്രിയേറ്റിംഗ് പ്ലാസ്മ, ഈ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് ലോസൺ ക്രൈറ്റീരിയ. ലോസൺ ക്രൈറ്റീരിയ എന്താണ് ലോസൺ ക്രൈറ്റീരിയ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ലോസൺ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ എനർജി പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു ദ യൂസ്ഡ് ഇൻ ക്രിയേറ്റിംഗ് ദ പ്ലാസ്മ. അതായത് ഒരു DT റിയാക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിയാക്ഷൻ, ഒരു തെർമോന്യൂക്ലിയർ ആയിട്ടുള്ള റിയാക്ഷൻ സംഭവിക്കുമ്പോൾ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്യൂഷൻ എനർജി എന്ന് പറയുന്നതും പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യാനുള്ള എനർജി, ആ ഒരു റേഞ്ചിൽ പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യാനുള്ള എനർജി എന്ന് പറയുന്നതും ഈക്വൽ ആവുന്ന കേസിൽ ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് ലോസൺ ക്രൈറ്റീരിയ. ഓക്കെ, ഇഗ്നീഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഒക്യൂർ ചെയ്യുന്നത് എപ്പോഴാണ് ചോദിച്ചാൽ ഒരു ആൽഫ പാർട്ടിക്കിൾസിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് നമ്മൾ ട്രാപ്പ് ചെയ്യാണ് ഫോർ എ ലോങ് ടൈം.
വിത്തൗട്ട് എനി ടെമ്പറേച്ചർ, അല്ലെങ്കിൽ can maintain plasma temperature without further input of energy. ഇൻപുട്ട് ഓഫ് എനർജി മാറാതെ പ്ലാസ്മ എനർജി ടെമ്പറേച്ചറിൽ കൂടുതൽ സമയം എന്ത് ചെയ്യുക, ആൽഫ പാർട്ടിക്കിളിനെ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യുക, ട്രാപ്പ് ചെയ്യുക. അതായത് മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് നമ്മളൊരു ആൽഫ പാർട്ടിക്കിളിനെ ട്രാപ്പ് ചെയ്യുകയാണ് ഫോർ ലോങ് ടൈം. ഇറ്റ് ക്യാൻ മെയിൻറ്റെയിൻ എ പ്ലാസ്മ ടെമ്പറേച്ചർ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ ഇൻപുട്ട് ഓഫ് എനർജി. ഓക്കെ, ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇഗ്നീഷൻ. അപ്പോൾ ഒരു DT റിയാക്ഷനിൽ സംഭവിക്കുന്ന അയൺ ടെമ്പറേച്ചറും അതുപോലെ ഡെൻസിറ്റി വിത്ത് ടൈം ഇത് ഏകദേശം 10⁻16 ആയിരിക്കും വരുന്നത്. ഇഗ്നീഷൻ്റെയും ബ്രേക്ക് ഈവൻ്റെയും ഒരു ഗ്രാഫാണ് ഇവിടെ എന്ത് ചെയ്തത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് ലോസൻ ക്രൈറ്റീരിയ നമുക്ക് എന്ത് പറ്റും, സർപ്പസ് ചെയ്യാൻ പറ്റും. സർപ്പസ് ചെയ്യാൻ ലോസൻ ക്രൈറ്റീരിയ രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സപ്രസ് ചെയ്യുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് മാഗ്നറ്റിക് കൺഫൈൻമെൻറ്റ്, രണ്ടാമത്തത് ഇനേർഷ്യൽ കൺഫൈൻമെൻറ്റ്. ഇപ്പോൾ മാഗ്നറ്റിക് കൺഫൈൻമെൻറ്റ് അതുപോലെ ഇനേർഷ്യൽ കൺഫൈൻമെൻറ്റ്. ഇപ്പോൾ നമുക്കിനി എന്താണ് മാഗ്നറ്റിക് കൺഫൈൻമെൻറ്റ് എന്ന് പറയണം. കൺഫൈൻമെൻറ്റ് ഓഫ് ദ പ്ലാസ്മ. പ്ലാസ്മ സ്റ്റഡിൻ്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തെർമോന്യൂക്ലിയർ റിയാക്ഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുക. മാത്രമല്ല ഒരു ഫ്യൂച്ചർ പവർ ക്രൈസിസിൽ നിന്ന് ഇതിനെന്ത് ചെയ്യുക, ഒരു സൊല്യൂഷൻ, ആ ക്രൈസിസിൽ നിന്നുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് പ്ലാസ്മ സ്റ്റഡി കൊണ്ടുള്ള മെയിൻ ആപ്ലിക്കേഷൻ എന്നാണത്. അതായത് കൺട്രോൾഡ് തെർമോന്യൂക്ലിയർ റിയാക്ഷൻ. തെർമോന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു DT റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാർജ് എമൗണ്ട് ഓഫ് എനർജീനെ കൺട്രോൾ ചെയ്യുക. മാത്രമല്ല അതൊരു ഫ്യൂച്ചർ പവർ ക്രൈസിസ്, അതായത് ഭാവിയിൽ വരുന്ന ഒരു ക്രൈസിസ്, എനർജി ഉണ്ടാകുന്ന അല്ലെങ്കിൽ വൈദ്യുതിയിൽ ഉണ്ടാകുന്ന ക്രൈസിസിനെ ഓവർകം ചെയ്യുകയും ചെയ്യുക ഈ ഒരു എനർജി വെച്ചിട്ട്. ഓക്കെ, സാധാരണ ഒരു ഫ്യൂഷൻ നടക്കുന്ന സമയത്ത്, രണ്ട് ന്യൂക്ലിയസിൽ നടക്കുന്ന സമയത്ത് പാർട്ടിക്കിൾസിന് എന്ത് വേണം, ഒരു സഫീഷ്യൻറ്റ് എനർജി വേണം. എന്തിന്, ടു ഓവർകം ദ കൂളം ബാരിയർ ഫോർ ഈച്ച് അതർ. അത് രണ്ട് ന്യൂക്ലിയസും തമ്മിലുള്ള ഒരു കൂളം ബാരിയറിനെ ഓവർകം ചെയ്യാനുള്ള ഒരു എമൗണ്ട് ഓഫ് എനർജി രണ്ട് പാർട്ടിക്കിളിനും ആവശ്യമുണ്ട് ഇപ്പോൾ ഒരു ഫ്യൂഷൻ റിയാക്ഷനിൽ. അത് നടക്കണമെങ്കിൽ ഒരു ഹൈ ടെമ്പറേച്ചർ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഹൈ ടെമ്പറേച്ചർ, ഫോർ എക്സാമ്പിൾ ഒരു DT റിയാക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ട്യൂട്ടീരിയം റിയാക്ഷൻ ആണെങ്കിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഏകദേശം 100 കിലോ ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കൂടുതൽ ആയിരിക്കണം. ടെമ്പറേച്ചർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 100 കിലോ ഇലക്ട്രോൺ വോൾട്ട്. ഒരു DT റിയാക്ഷനാണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10 കിലോ ഇലക്ട്രോൺ വോൾട്ട്. മാത്രമല്ല ഈ ഒരു റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാർജ് എമൗണ്ട് ഓഫ് എനർജി അതെന്നാണ് ഒരു എക്സ്പ്ലോസീവ് നേച്ചറാണ്. അതായത് 17.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, മെഗയാണ്. അത്രയും എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഹ്യൂജ്. മാത്രമല്ല ഇറ്റ് ഈസ് എക്സ്പ്ലോസീവ് ഇൻ നേച്ചർ. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ മാൻകൈൻഡ്. നമ്മുടെ മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു എനർജിനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, മാത്രമല്ല ഈ കൺട്രോൾ ചെയ്യുന്ന എനർജിനെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റുകയും വേണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് എനർജിനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറ്റുക എന്നാണ് ഇതിനെ മെയിനായിട്ട് നമ്മൾ പറയുന്നത്. അതാണ് നമ്മൾ പ്ലാസ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്ലാസ്മ സ്റ്റഡി കൊണ്ട് നമ്മളൊരു ഫ്യൂഷൻ റിയാക്ഷനിൽ നടക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്യൂഷൻ എന്നതിൻ്റെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി പ്ലെൻറ്റി അവൈലബിൾ ഓൺ ദ എർത്ത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഈ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്
മാത്രമല്ല ഇതിൻ്റെ റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രീ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രീ പൊല്യൂഷനാണ്. അതായത് പൊല്യൂഷൻ വളരെ കുറവായിട്ടുള്ളൊരു കേസാണ് എന്ത് ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റേഡിയേഷൻ പ്രോബ്ലം ഒന്നും ഇവിടെ എന്തില്ല, സംഭവിക്കില്ല. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഒരു ഹൈ ടെമ്പറേച്ചർ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഒരു ഫ്യൂഷൻ റിയാക്ഷനിൽ. ഒരു ഫുള്ളി ഹൈനൈസ്ഡ് പ്ലാസ്മയുടെ കേസിനാണെങ്കിലും ഒരു ഹൈ ടെമ്പറേച്ചർ നമുക്കിവിടെ എന്തായിട്ടുണ്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ ഹൈ ടെമ്പറേച്ചറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈറ്റിംഗ് ഓഫ് പ്ലാസ്മനെ ഈറ്റിംഗ് ചെയ്തതുകൊണ്ടാണ്. അതായത് നമ്മളൊരു പ്ലാസ്മനെ ഈറ്റ് ചെയ്യുമ്പോൾ ഒരു ഹൈ ടെമ്പറേച്ചറിലേക്ക് അവിടെ ഒരു കൺഫൈൻമെൻറ്റും അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ നമ്മളൊരു പ്ലാസ്മനെ ഈറ്റ് ചെയ്യാണ് ടു ഹൈ ടെമ്പറേച്ചർ. പ്ലാസ്മനെ ഈറ്റ് ചെയ്യാണ് ടു ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ അവിടെ സംഭവിക്കാനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് റേഡിയേഷൻ ലോസ് സംഭവിക്കും, എനർജി ലോസ് സംഭവിക്കും ബൈ റേഡിയേഷൻ. കാരണം നമ്മൾ അഡീഷണലായിട്ടൊരു സംഭവം നമ്മൾ എക്സ്ട്രാ കൊടുക്കുകയാണ് പ്ലാസ്മ റീജിയണിൽ, അതായത് ഈറ്റിംഗ് നടത്താണ്. സോ അവിടെ എന്തുണ്ടാവും, ഒരു ലോസ് സംഭവിക്കും, ഒരു എനർജി ലോസ് സംഭവിക്കും ബൈ റേഡിയേഷൻ. മാത്രമല്ല വേറെയും കുറേ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോസസ്സൊക്കെ നമ്മൾ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിനെ മെയിൻറ്റെയിൻ, ഒരു തെർമോന്യൂക്ലിയർ റിയാക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് ഈ ഒരു സക്സസ്ഫുൾ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് J.D. ലോസൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഓക്കെ, ഈ ഒരു കേസിൽ ലോസൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡെൻസിറ്റി എന്ന് പറയുന്നതും ടോ എന്ന് പറയുന്നതും അതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മിനിമം വാല്യൂ ആയിട്ട് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യാം. അതായത് the product of the density of the charged particles and plasma confinement time must be higher than a minimum value. ഒരു മിനിമം വാല്യൂനേക്കാളും വളരെ കൂടുതലായിരിക്കണം ഇതിൻ്റെ കേസ് എന്നത്. n tau is greater than a sum of the value. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ലോസൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു DT റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, DT റിയാക്ഷൻ ഡ്യൂട്ടീരിയം റിയാക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 10⁻22 m/³ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കണം എന്തുണ്ടാവേണ്ടത്, ഇതിനുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാവേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് അവിടെ കിട്ടുക. ഈ കണ്ടീഷന് പറയുന്ന പേരാണ് ലോസൻ ക്രൈറ്റീരിയം ഫോർ DD റിയാക്ഷൻ, ഡ്യൂട്ടീരിയം റിയാക്ഷൻ. ഒരു DT റിയാക്ഷൻ ആണെങ്കിൽ, ഡ്യൂട്ടീരിയം ട്രിഷ്യൻ റിയാക്ഷൻ ആണെങ്കിൽ അവിടുത്തെ ലോസൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏകദേശം 10⁻n tau is greater than 10⁻20 m/³ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒരു DT റിയാക്ഷൻ്റെ കേസിലുള്ള ലോസൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ലബോറട്ടറിൻ്റെ കേസിൽ ഈ ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് പ്ലാസ്മ പാർട്ടിക്കിൾസിനെ കൺഫൈൻമെൻറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ടു ദ അപ്ലൈഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൺഫൈൻമെൻ്റ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കൺഫൈൻമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. 2-3 ടെക്നിക്കാണ് കൺഫൈൻമെൻറ്റിൽ വരുന്നത്. ഒന്നാമത്തത് മാഗ്നറ്റിക് മിറർ, നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ് മാഗ്നറ്റിക് മിറർ. നമ്മളൊരു ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസിനെ സെൻറ്ററിൽ എന്ത് ചെയ്യുക, നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു റീജിയനിൽ മാഗ്നറ്റിക് ഫീൽഡ് പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യും, ട്രാപ്പ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സാണ് എന്ത്, മാഗ്നറ്റിക് മിറർ എന്ന് പറയുന്നത്. ഇതൊരു ലീനിയർ കൺഫൈൻമെൻറ്റ് ഡിവൈസ് ആണ് വെൻ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ബോത്ത് സൈഡ്. അപ്പോൾ നമ്മളൊരു 2 പെയർ കോയിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ജനറേറ്റ് ചെയ്യാനുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡബിൾ മിറർ, ഇവിടെ ഒരു മിററും അതിൻ്റെ ഇടയിൽ ഒരു റിഫ്ലക്ഷൻ, ഒരു ട്രാപ്പ് സംഭവിക്കും. ഇതൊരു ലബോറട്ടറിയിൽ നടക്കുന്ന ഒരു കൺഫൈൻമെൻറ്റ് ഓഫ് പ്ലാസ്മയാണ്, പ്ലാസ്മ കൺഫൈൻമെൻറ്റ്. ഓക്കെ,
ഈ സിസ്റ്റം എന്ന് പറയുന്നത് എൻഡ് ലോസിൽ നിന്നും അതുപോലെ ഇൻസ്റ്റെബിലിറ്റിയിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്, ഈ മാഗ്നറ്റിക് മിറർ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡോക്കോമാക്കാണ്. ഡോക്കോമാക്ക് എന്ന് പറയുന്ന ടൊറോയിഡൽ മാഗ്നറ്റിക് ചേംബർ എന്നാണ് അതിന് പറയാം. ഇതൊരു പ്രൊമൈസിങ് ഡിവൈസ് ആണ് ടു അച്ചീവ് ദ കൺട്രോൾഡ് ഫ്യൂഷൻ. അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ടൊറോയിഡിലേക്ക് നമ്മളൊരു കറണ്ട് നമ്മൾ എന്ത് ചെയ്യും, പാസ് ചെയ്യും. ഈ കറണ്ട് മൂലം ഒരു ടൊറോയിഡൽ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എന്ത് ചെയ്യും, അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് ടൊറോയിഡൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാണ് ബൈ സെൻഡിങ് എ കറണ്ട് ത്രൂ ദ കോയിൽ അറൗണ്ട് ദ ടൊറോയിഡൽ ചാമ്പർ. അപ്പോൾ ദ ചാർജ് പാർട്ടിക്കിൾസ് മൂവ്. ഇവിടെ ഒരു ഇത് നടക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പാർട്ടിക്കിൾസ് ഇവിടെ എന്ത് ചെയ്യും, ഈ ഒരു എലിപ്റ്റിക്കൽ പാത്ത് ഓർബിറ്റിൽ എന്ത് ചെയ്യും, ഈ ചാർജ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, കൺഫൈൻമെൻറ്റ് നടക്കുകയാണ് ഫ്രം വാൾഡ് ഓഫ് ദ ടൊറോയിഡൽ ചാമ്പർ. പക്ഷേ ഈ ഫീൽഡ് എന്ന് പറയുന്നത്, ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ആവില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടാവും. ആ ചാർജ് സെപ്പറേഷൻ്റെ ഫലമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രിക് ഫീൽഡിനെ മൂലം പ്ലാസ്മയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാസ്മ എന്നുള്ളത് നമുക്ക് പ്ലാസ്മ ഔട്ട് ടു ഡ്രൈവ് ദ പ്ലാസ്മ ഔട്ട്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് കുറക്കാൻ വേണ്ടി നമ്മൾ ഒരു വീക്ക് പൊളോയിഡൽ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കറണ്ട് ആയിരിക്കും നമ്മളിവിടെ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു വീക്ക് പൊളോയിഡൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഈ രീതിയിൽ ഉണ്ടാവില്ല, പകരം ഈ ഒരു രീതിയിൽ രണ്ടാമത്തെ ഫിഗറിൽ കാണിക്കുന്ന രീതിയിൽ എന്ത് സംഭവിക്കും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മളൊരു കറണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഈ ഒരു കറണ്ടിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് ആയിരിക്കും നമ്മളിവിടെ കൊടുക്കുക. കാരണം നമുക്ക് കിട്ടുന്നത് ഒരു വീക്ക് പൊളോയിഡൽ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോഴും ഇവിടെ എന്തുണ്ടാവും, ഒരു എന്താ പറയുക, ചാർജ് പാർട്ടിക്കിൾസ് ഹെലിക്കൽ പാത്തിൽ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഓക്കെ, ഇവിടെ യൂണിഫോം എന്ന് പറഞ്ഞത് ഫീൽഡ് എന്ന് പറഞ്ഞത് യൂണിഫോം ആയിരിക്കും. അവിടെ ചാർജ് സെപ്പറേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഫലമായിട്ട് ഒരു ടൊറോയിഡൽ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് മൂലം കറണ്ട് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഒരു എലിക്കൽ പാത്തിൽ മൂവ് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്, യൂണിഫോം എന്ന് പറഞ്ഞത് ഫീൽഡ് എന്ന് പറഞ്ഞത് നോൺ യൂണിഫോം ഫീൽഡ് ആയിരിക്കും. ആ ഫീൽഡിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞത് ടു ഡ്രൈവ് ദ പ്ലാസ്മ ഔട്ട്. ആ ഒരു എഫക്റ്റ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു വീക്ക് പൊളോയിഡൽ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് എ സെൻഡിങ് ഓഫ് കറണ്ട്. അപ്പോഴും ഇവിടെ എന്തുണ്ടാവും, ഒരു എലിക്കൽ പാത്തിലായിരിക്കും എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. പക്ഷേ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, ഇനി നമുക്ക് ഇനേർഷ്യൽ കൺഫൈൻമെൻറ്റിനെ കുറിച്ച്, രണ്ടാമത്തെ ടെക്നിക്കാണ് ഇനേർഷ്യൽ കൺഫൈൻമെൻറ്റ്. അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇനേർഷ്യൽ കൺഫൈൻമെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ബൈ യൂസിങ് പിഞ്ചസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് ഇവിടെ പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പൾസ്ഡ് കറണ്ട് വെച്ചിട്ടായിരിക്കും. ഒരു പൾസ്ഡ് കറണ്ട് വെച്ചിട്ട് പ്ലാസ്മനെ ക്രിയേറ്റ് ചെയ്യുക. അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും ദ പ്ലാസ്മ ടു ഹയർ ഡെൻസിറ്റി അണ്ടിൽ ദ പ്ലാസ്മ പ്രഷർ ബാലൻസ്ഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രഷർ. അതായത് പ്ലാസ്മ പ്രഷറും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രഷറും തമ്മിൽ ബാലൻസ് ചെയ്യുന്ന, പ്ലാസ്മൻ്റെ പ്രഷറും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രഷറും ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക, കംപ്രസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ടു ഹൈ ഡെൻസിറ്റി. അപ്പോൾ ഇവിടെ ഒരു പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യുന്നത് ബൈ പൾസ്ഡ് കറണ്ട് വിത്ത് ദ പൾസ്ഡ് കറണ്ട് whose magnetic field compresses the plasma to higher density until the plasma pressure balanced by the magnetic field pressure. രണ്ട് രീതിയിലുള്ള പിഞ്ചസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്.
ഒന്ന് സെഡ് പിഞ്ചസ്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ഇഞ്ചസിൽ സഫർ ചെയ്യുന്നത് രണ്ട് ഇൻസ്റ്റെബിലിറ്റിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെഡ് പിഞ്ചസ് വെച്ചിട്ട് നമ്മളിവിടെ സഫർ ചെയ്യുന്നത്. അതിന് മുമ്പ് സെഡ് പിഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഇതിൻ്റെ ഫിഗർ കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ഇതാണ് കറണ്ട്, പൾസഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഒരു DC വോൾട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പിഞ്ചസിന് നമ്മൾ ബെന്നറ്റ് പിഞ്ചസ് എന്നുകൂടി പറയാറുണ്ട്, ബെന്നറ്റ് പിഞ്ചസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പിഞ്ചസ് എന്ന് പറയുന്നത് രണ്ട് ഇൻസ്റ്റെബിലിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, സഫർ ചെയ്യുന്ന ഒന്നാണ്. ഒന്നാമതെന്ന് പറയുന്നത് സോസേജ് ഇൻസ്റ്റെബിലിറ്റിയും രണ്ടാമത്തത് കിങ് ഇൻസ്റ്റെബിലിറ്റിയും. എന്താണ് സോസേജ് ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്? ഒരു ബൾജ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എ ബൾജ് ഈസ് ഡെവലപ്ഡ് ഇൻ എ ലീനിയർ പിഞ്ച്. The magnetic field is weakened with the new field lines. The plasma pressure is then able to push the line further out. എന്ന് വെച്ചാൽ ഒരു ലീനിയർ പിഞ്ചിൽ ഒരു ബൾജ് ഡെവലപ്പ് ചെയ്യും. ബൾജ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളിക്കുന്ന ഒരു സംഭവം അവിടെ ഡെവലപ്പ് ചെയ്യും. ഈ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ, അതായത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വീക്കെൻഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് വലിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലും അത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞത് അവിടെ വീക്കൻ ആവും ബൈ ന്യൂ ഫീൽഡ് ലൈൻസ്. എന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞത് വീക്കൻ ആയിരിക്കും. നമ്മൾ കൊടുക്കുന്നത് ന്യൂ ഫീൽഡാണ്. ആ ഒരു ഫീൽഡ് മൂലം മൊത്തം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞത് അവിടെ വീക്കൻ ചെയ്യും. അതായത് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞത് അവിടെ കുറയും. സോ അത് വീക്കെൻഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലാസ്മ പ്രഷർ, ഇതിലുണ്ടാവുന്ന പ്ലാസ്മ പ്രഷർ എന്ന് പറയുന്നത്, കാരണം രണ്ടും ബാലൻസ് ചെയ്ത് പോകണം. അപ്പോൾ രണ്ടിൻ്റെയും സമ്മേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കുറക്കുമ്പോൾ ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രഷർ അവിടെ നിന്ന് സംഭവിക്കും, പ്രഷർ കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രഷർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലാസ്മ പ്രഷർ എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യും, കൂടും. ഈ പ്ലാസ്മ പ്രഷർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ലൈൻസിനെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യും, ഏബിൾ ടു പുഷ് ദ ലൈൻസ് ഫർദർ ഔട്ട്. ഇതാണ് എന്ത്, സോസേജ് ഇൻസ്റ്റെബിലിറ്റി എന്നുള്ളത്. ഈ ഒരു ഇൻസ്റ്റെബിലിറ്റി നമുക്ക് ഈ പിഞ്ചസ് ഉപയോഗിച്ച് നമുക്ക് സഫർ ചെയ്യാൻ പറ്റും. അതായത് ഒരു ബൾജ് ഡെവലപ്പ് ചെയ്യും. ഈ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫീൽഡ്, അപ്ലൈ ചെയ്യുന്ന ഫീൽഡിൻ്റെ പരമായിട്ട് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കുറയും. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കുറയുമ്പോൾ പ്ലാസ്മ പ്രഷർ എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യും, കൂടും. ഈ പ്ലാസ്മ പ്രഷർ എന്ത് ചെയ്യും, ഏബിൾ ടു പുഷ് ദ ലൈൻസ് ഫർദർ ഔട്ട്, പുറത്തേക്ക് തള്ളാൻ വേണ്ടി ഈ ഒരു പ്ലാസ്മ പ്രഷർ എന്ത് ചെയ്യും, പുഷ് ചെയ്യും. അടുത്ത കിങ് ഇൻസ്റ്റെബിലിറ്റിയാണ്. കിങ് ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു കർവേച്ചർ ഫീൽഡാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇൻസൈഡ് ദ കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്ലാസ്മ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു ഔട്ട്സൈഡ്. പുറത്തുള്ളതിനേക്കാൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും ഒരു കർവ്ഡ് പാത്തിൽ. സോ അവിടെ മാഗ്നറ്റിക് പ്രഷർ ഡിഫറൻസ് അവിടെ ഉണ്ടാവും. ഈ ഒരു ഡിഫറൻസ് മൂലം അവിടെ എന്തുണ്ടാവും, ഒരു ബെൻഡ് സംഭവിക്കും. ആ ബെൻഡ് മൂലമാണ് ഈ ഇൻസ്റ്റെബിലിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കിങ് എന്ന് പറഞ്ഞാൽ അവിടെ മീൻ ചെയ്യുന്നത് ബെൻഡ് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു കർവ്ഡ് പാത്തിൻ്റെ ഇൻസൈഡിൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും than the outside. So there will be a magnetic difference produced and it will be enhanced the bend magnetic field. Okay, ഇനി ഈ സെറ്റ് ബെഞ്ചിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെൽ ക്രോസ് ബി സീക്വൽ ടു ജെ ക്രോസ് ബി എന്നാണ്. മാഗ്നറ്റിക് പ്രഷർ എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് പ്രഷർ എന്ന് പറയുന്നത് പ്ലാസ്മ പ്രഷറിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ. ഓക്കെ, നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എലോങ് ദ സെഡ് ഡയറക്ഷൻ ആണ്. കറണ്ട് എന്ന് പറയുന്നത് എലോങ് ദ സെഡ് ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് എലോങ് ദ തീറ്റ ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് എന്ന് പറയുന്നത് എലോങ് ദ സെഡ് ഡയറക്ഷൻ. ദെൻ mu0 J is equal to del cross B. മാക്സ്വെൽ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു del cross B എന്ന് പറഞ്ഞാൽ ഫ്രം ദിസ് B is equal to B തീറ്റ എന്നതാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം,
ഡോ ബി തീറ്റ ഡിവൈഡ് ബൈ ഡോ ആർ പ്ലസ് ബി തീറ്റ ഡിവൈഡ് ബൈ ആർ. ഏത് ക്യാപ്പിലായിരിക്കും? സെഡ് ക്യാപ്പിലായിരിക്കും, സെഡ് ഡയറക്ഷനിലായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഇതിനെ നമുക്ക് എന്ത് ചെയ്യുക? ഒരു ക്രോസ് ബി വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം. ഇപ്പം മ്യൂ സീറോ ജെ ക്രോസ് ബി ഈക്വൽ ടു ഡെൽ ക്രോസ് ബി തീറ്റ. മ്യൂ സീറോ ജെ ക്രോസ് ബി എന്താണ്? മ്യൂ സീറോ ഡെൽ പി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് പി എന്ന് പറഞ്ഞാൽ ഇതാണ് ബി തീറ്റ. ബി തീറ്റ എന്ന് പറഞ്ഞത് അലോങ് ദ തീറ്റ ഡയറക്ഷൻ, ഇത് സെഡ് ഡയറക്ഷൻ. അപ്പോൾ ഡോ ബി തീറ്റ ഡിവൈഡ് ബൈ ഡോ ആർ പ്ലസ് ബി തീറ്റ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ബി തീറ്റ ഇൻറ്റു സെഡ് ക്യാപ് ക്രോസ് തീറ്റ ക്യാപ് മൈനസ് ആർ ക്യാപ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ബി തീറ്റന് ഉള്ളിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഔട്ട് സൈഡിലാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുക്കും, ഇതിന് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 1/2 ഡോ ബി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ ആർ പ്ലസ് ബി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ക്യാപ് മൈനസ് ഉണ്ടാവും. ഓക്കെ, ദെൻ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് 1/2 മ്യൂ സീറോ ഡോ ബി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ ആർ മൈനസ് 1/2 ബി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദിസ് വൺ. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്താൽ ഇവിടെ ഡെൽ ഉണ്ട്, ഇവിടെയും ഡോ ബൈ ഡോ ആർ ഉണ്ട്, രണ്ടും ഒരുമിച്ച് ചെയ്താൽ സോ ഡെൽ ക്രോസ് പി പ്ലസ് 1/2 മ്യൂ സീറോ ബി തീറ്റ സ്ക്വയർ പ്ലസ് ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരാണ് ബി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആർ. മ്യൂ സീറോ ഇവിടെയും വരും, കാരണം മ്യൂ സീറോ കോമൺ ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. From this del into p plus b theta square divided by 2 mu 0 is equal to 0. That is p plus b theta square divided by 2 mu 0 is a constant. അപ്പോൾ നമ്മളിവിടെ നോക്കാം, നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ പുതിയ ഫീൽഡിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ വീക്കനാകുമ്പോൾ പ്ലാസ്മ പ്രഷർ കൂടും. ഓക്കെ, ഈ കണ്ടീഷൻ ഫീൽഡ് കുറയുമ്പോൾ, ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്, ഫീൽഡ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലാസ്മ പ്രഷർ കൂടണം. ഈ പ്ലാസ്മ പ്രഷർ പുഷ് ചെയ്യും ഔട്ട് സൈഡിലേക്ക്. അതുമൂലമാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു ബൾജ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ബൾജാണ് നമ്മൾ ഇൻസ്റ്റെബിലിറ്റി കണ്ടീഷൻ വെച്ച് അല്ലെങ്കിൽ സെറ്റ് പിറ്റ അല്ലെങ്കിൽ സെറ്റ് പിഞ്ചസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓവർകം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി നമുക്ക് തീറ്റ പിഞ്ചും കൂടി ഉണ്ട്. തീറ്റ പിഞ്ചിൽ സംഭവിക്കുന്നത് തീറ്റ ഡയറക്ഷനിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തീറ്റ ഡയറക്ഷനിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തീറ്റ ഡയറക്ഷൻ്റെ ഒരു ഡയഗ്രം എന്ന് പറഞ്ഞത് ഇത് തീറ്റ പിഞ്ച് ഫോയിലാണ്. അപ്പോൾ ഇവിടെ തീറ്റ ഡയറക്ഷനിൽ എന്ത് സംഭവിക്കും? ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ തീറ്റ പിഞ്ചസിൽ ഒരു പൾസ് ഇവിടെ, അതായത് പ്രീ അയണൈസേഷന് മുമ്പായിട്ട് ഒരു പൾസ് തീറ്റ പിഞ്ച് ഫോയിലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പൾസ്, ഈ പൾസ് ഒരു അസിമുത്തൽ കറണ്ട് ഇവിടെ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു കറണ്ട് മൂലം പ്ലാസ്മനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യും? ട്രാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ക്രിയേറ്റിംഗ് എ പ്ലാസ്മ ട്രാപ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ കോയിൽ. നമുക്കറിയാം ന്യൂട്ടൻ്റെ തേർഡ് ലോ. അപ്പോൾ ഈ ആക്ഷൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ആക്ഷൻ്റെ ഫലമായിട്ട് ഒരു റിയാക്ഷൻ, അതായത് ഒരു കറണ്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് J is in direction to produce a magnetic field on axis opposing to the field of the coil. With a sufficient current, the internal magnetic field can become larger than from the coil. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഒരു പൾസ് ഇവിടെ തീറ്റ പിഞ്ച് ഫോയിലിൽ ഇവിടെ ഒരു പൾസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ പൾസ് ഇവിടെ അസിമുത്തൽ കറണ്ട് എന്ത് ചെയ്യും? ഡ്രൈവ് ചെയ്യും ഫോർ ക്രിയേറ്റിംഗ് പ്ലാസ്മ ട്രാപ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ കോയിൽ. ന്യൂട്ടൻ്റെ തേർഡ് ലോ പ്രകാരം ദിസ് ആക്ഷൻ ക്രിയേറ്റ് എ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് എന്ത് ചെയ്യും? ഈ കറണ്ട് ഫലമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ആക്സിസിന് നമ്മൾ ഓർക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ടാവും? ഒരു പുതിയൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ മൂലമാണ് ഈ ഓപ്പോസിറ്റ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഒരു ഇൻറ്റേർണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു സഫീഷ്യൻറ്റ് കറണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ ദ ഇൻറ്റേർണൽ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബിക്കം ലാർജർ ദാൻ ഫ്രം ദ കോയിൽ.
അതായത് കോയിലിനേക്കാളും ഒരു സഫീഷ്യൻറ്റ് കറണ്ടാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ കോയിലിൻ്റെ പുറത്തുള്ള കറണ്ടിനേക്കാൾ കൂടുതലായിരിക്കും എന്തുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡിനേക്കാൾ കൂടുതലായിരിക്കും ഇൻറ്റേർണലി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതായത് കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത് ഇൻക്രീസ് ചെയ്യും ദെൻ ഔട്ട് ഓഫ് ദ പിഞ്ച് ഫോയിൽ. ഓക്കെ, ഇതാണ് ഒരു തീറ്റ പിഞ്ചസിലുള്ളത്. ഈ ഫിഗർ ഒന്ന് ഓർത്ത് വെക്കണം. ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ് തീറ്റ പിഞ്ചിൻ്റെയും സെഡ് പിഞ്ചിൻ്റെയും ഡയഗ്രാം വരക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുള്ളൊരു ബുക്ക് ഉണ്ട്, റെഫറൻസ് ബുക്ക്. അതിൽ 10ാമത്തെ ചാപ്റ്ററിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, 10ാമത്തെ ചാപ്റ്ററിലാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാവരും റെഫർ ചെയ്യുക. ഇതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷേ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.